RTX 47 യൂസ് ചെയ്യുന്നവരാണോ അതോ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? ഇപ്പോഴും ഈ കാർഡ് വെർത്ത് ആയിട്ട് തോന്നുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഇപ്പോഴും ഈ കാർഡ് വാങ്ങുന്നത് വെർത്താണ്. 180p അൾട്രാ സെറ്റിംഗ്സിലും 2K ഗെയിമിംഗിലും RTX 47 സൂപ്പർ ആയിട്ട് റൺ ചെയ്യും. DLSS 3യും ഫ്രെയിം ജനറേഷനും ഉള്ളത് കൊണ്ട് പല മോഡേൺ AAA ഗെയിംസും സൂപ്പർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഈ കാർഡിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ പവർ കൺസപ്ഷൻ ആണ്. RTX 47 നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് ഔട്ടാണ് തരുന്നത്. അതേപോലെ ഇതിന്റെ പവർ കൺസപ്ഷനും കുറവായിരിക്കും. അതുകൊണ്ട് ഹീറ്റിംഗ് നോയ്സ് ജനറലി കുറവായിരിക്കും. പക്ഷേ ഒരു കൺസേൺ ഉണ്ട്. RTX 4070ൽ 12GB VRAM ആണ് വരുന്നത്. ഇത്ര VRAM മതി പൊതുവെയുള്ള എല്ലാ ഗെയിംസും സ്മൂത്ത് ആയിട്ട് കളിക്കാൻ. പക്ഷേ ഫ്യൂച്ചറിൽ 4K ഗെയിമിങ്ങും അതേപോലെ ഗെയിംസിൽ എല്ലാത്തിലും ഹെവി ആയിട്ടുള്ള മോഡ്സ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ 16GB കാർഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. പല റെഡിറ്റ് യൂസേഴ്സും പറയുന്നത് RTX 4070 Ti സൂപ്പർ എടുക്കാനാണ്. ഇനി അപ്ഗ്രേഡിങ്ങിനെ കുറിച്ച് പറയുന്നെങ്കിൽ ആൾറെഡി നിങ്ങളുടെ കയ്യിൽ 4070 ആണ് ഇരിക്കുന്നെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട. ഇനി RTX 50 സീരീസ് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അതിന്റെ പെർഫോമൻസും പ്രൈസും ജസ്റ്റിഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റിഫൈ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാർഡ് പർച്ചേസ് ചെയ്യാം. പല റെഡിറ്റ് യൂസേഴ്സും പറയുന്നത് RTX 4070 ഇനിയും 2-3 വർഷത്തേക്ക് ഹെവി ഗെയിമിംഗ് ആയാലും ഹെവി എഡിറ്റിങ്ങിനായാലും സുഖമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ നിങ്ങളൊരു പുതിയ കാർഡ് വാങ്ങാൻ പോകുന്ന വ്യക്തികളാണെങ്കിൽ നല്ലൊരു പ്രൈസിൽ RTX 4070 കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. നിങ്ങളെ കയ്യിരിക്കുന്നത് 4070 ആണോ? എന്തുകൊണ്ട് 4070 നിങ്ങൾ പർച്ചേസ് ചെയ്തു? നിങ്ങളെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ.